ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ എപ്പിസോഡ് കണ്ട് തീർന്നത്, അതായത് അഞ്ജലി സ്കൂട്ടർ കൊണ്ടുപോയി വിറ്റു. അപ്പൊ അതിന്റെ വിഷമത്തിൽ അച്ഛൻ സ്കൂട്ടർ വന്ന് സമ്മാനിച്ച കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന അഞ്ജലിനെ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീക്ക് എപ്പിസോഡ് തീർന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ തുടങ്ങുകയാണ്. അഞ്ജലി ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയും, നീ ഇനി അതിനെപ്പറ്റി ആലോചിച്ചു നിൽക്കേണ്ട, സാരമില്ല, എന്താണെങ്കിലും സാരമില്ല, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അഞ്ജലി പറയും, അമ്മ വേറൊരു വഴി എൻ്റെ മുമ്പിലില്ല, അതുകൊണ്ടാണ് അമ്മേ. കാരണം വെച്ചാൽ അച്ഛൻ്റെ ചികിത്സയാണ്, നമുക്ക് അച്ഛനാണല്ലോ പ്രധാനം, അതുകൊണ്ട് അമ്മ വിറ്റ് കളഞ്ഞത്, എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു അമ്മയെന്ന് പറയും കേട്ടോ. അപ്പൊ അമ്മ പറയും, ശ്യാമളാമ്മ പറയും, അത് കുഴപ്പമില്ലടി, സാരമില്ല, അച്ഛൻ എല്ലാം നല്ലതിന് വേണ്ടിയിട്ട്, ഇപ്പൊ സംഭവിക്കുന്നത് വരാൻ പോകുന്നത് എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടക്കം. എന്താണെങ്കിലും അതിനുശേഷം നമ്മൾ കാണുന്ന സീനിയർ ശംഖുചക്രം തറവാട്ടിലെ സീനുകളാണ് കേട്ടോ. ശംഖുചക്രം തറവാട്ടില് കോടതിയിലേക്ക് പോകാനായിട്ട് രാഘവനുണ്ണി തുടങ്ങുന്ന അവരുടെ അസിസ്റ്റന്റുകളൊക്കെ കൂടെ ഉണ്ട്. അവരോട് കോടതിയിലെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരീന്ദ്രൻ വക്കീൽ വരികയാണ് കേട്ടോ. ഹരി വരികയാണ്. അപ്പൊ ഹരിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് രാഘവനുണ്ണിയുടെ കൂടെ കയറണമെന്ന ഒറ്റ വിചാരമേ ഉള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഹരി അവിടെ എത്തുമ്പോഴത്തേനും, അവിടെ കാറിൽ വന്നിറങ്ങുമ്പോഴത്തേനും രാഘവനുണ്ണി ചോദിക്കും, നീ എന്താ ഇങ്ങോട്ട് വന്നത്, നീ ആയിട്ട് ഒരു ഇടപാടും ഇല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതിന് ഹരി പറയും, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഞാൻ വന്നത്, പത്മ കേസിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നതെന്ന് ഹരി പറയും. അപ്പത്തേനും രാഘവനുണ്ണി പുച്ഛത്തോട് ചോദിക്കും, ഓ അത്രയും വലിയ ട്വിസ്റ്റ്, അത് എന്താണെന്ന് പറയും. അപ്പം ഹരി പറയും, അത് പത്മ ജീവനോടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടു എന്ന് പറയും. അപ്പത്തേനും രാഘവനുണ്ണി, ഓ നിനക്ക് വീണ്ടും തിരിച്ച് എൻ്റെ കൂടെ കയറാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കും. അപ്പത്തേനും ഹരി പറയും, അല്ല സാർ, ശരിക്കും ഞാൻ കണ്ടത് തന്നെയാന്ന് പറഞ്ഞിട്ട് മൊബൈലില് പത്മേനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന കാണിച്ചു കൊടുക്കും. അത് കാണുമ്പോഴത്തേനും രാഘവനുണ്ണിക്ക് ഷോക്കഡായി പോകും കേട്ടോ. അപ്പൊ പറയും, നീ അത് കണ്ടിട്ട് വന്ന് നിൽക്കുക, എന്നിട്ട് നീ എന്താ പത്മയെ പിടിക്കാതിനെന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഹരി പറയും, സാർ ഞാൻ പുറകെ പോയതാ, പക്ഷെ അവളെ എനിക്ക് കിട്ടിയില്ല എന്ന് പറയും. അപ്പൊ തന്നെ രാഘവനുണ്ണി പറയും, അവളെ കണ്ടിട്ട് മാത്രം വന്നേക്കുക, നീ അവളെ പിടിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം, നീ പൊക്കോന്ന് പറയും. അതായത് പത്മയെ പിടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വേണമെങ്കിൽ എൻ്റെ കൂടെ കൂട്ടാം, എന്താന്ന് വെച്ചാൽ സംസാരിക്കുക എന്ന രീതിയിലാട്ടോ രാഘവനുണ്ണി ഉദ്ദേശിച്ചത്. എന്താണെങ്കിലും ഹരി തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ബാക്കി അസിസ്റ്റന്റുകളൊക്കെ തിരിച്ച് കാറിലേക്ക് കയറാനായിട്ട് പോകും. ആ സമയത്ത് അനുപമ ഇറങ്ങി വരുവാണ്. അപ്പൊ അനുപമയോട് രാഘവനുണ്ണി പറയാണ്, മോളെ, ഇനി അർജുൻ കാവ്യ വിവാഹത്തിന് വെറും 10 ദിവസത്തിനുള്ളിൽ നടക്കണം, തീയതി വളരെ അടുത്ത് വരികയാണ്. അപ്പൊ നീ വേണം അതിന് കാര്യങ്ങൾ ചെയ്യാൻ. മണ്ഡപത്തില് അർജുനെ എത്തിക്കേണ്ട ജോലി അനുപമയ്ക്കാണ് എന്ന് രാഘവനുണ്ണി പറയാണ് കേട്ടോ. അത് അനുപമയ്ക്ക് അത് കേൾക്കുന്ന വളരെയധികം സന്തോഷമാകും. കാരണം അത്രയും വലിയൊരു അപ്രിസിയേഷൻ, അല്ലെങ്കിൽ അത്രയും വലിയൊരു ജോലി തന്നെ രാഘവനുണ്ണി ഏൽപ്പിക്കുക. അപ്പൊ അത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ചെയ്തു തീർക്കുന്ന രീതിയിൽ അനുപമ പറയും, ഓ അത് ഞാൻ അച്ഛാ, അർജുന മണ്ഡപത്തിൽ ഈ അനുപമ എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണിക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാഘവനുണ്ണിക്ക് സന്തോഷം. രാഘവനുണ്ണി പറയും, മുമ്പ് നമ്മളൊരു കല്യാണം നടത്താൻ ശ്രമിച്ച് പാളിപ്പോയത് അറിയാലോ, അപ്പൊ ഇതിലങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. അർജുൻ കാവ്യ വിവാഹം നടക്കണം, അതിന് വേണ്ടതൊക്കെ ചെയ്യണം. നിനക്ക് ഇവിടെയുള്ള ആളുകളെ എന്ത് വേണേലും യൂസ് ചെയ്തോ, ഇവിടെ നിനക്ക് ആളുകൾ ആവശ്യമുണ്ടെങ്കിലൊക്കെ നീ ഉപയോഗിച്ചോ എന്ന് പറയും. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലെന്ന് രാഘവനുണ്ണി അനുപമയോട് ചോദിക്കും കേട്ടോ. അപ്പൊ അനുപമ പറയും, അതെ അച്ഛാ, ഞാൻ ഉറപ്പായിട്ടും അർജുനെ ആ വിവാഹ വേദിയിൽ ഞാൻ എത്തിച്ചിരിക്കും, ഞാൻ അനുപമ അച്ഛനെ തരുന്ന വാക്കാണെന്ന രീതിയിലൊക്കെ പറയും കേട്ടോ. അപ്പൊ രാഘവനുണ്ണിക്ക് വളരെ സന്തോഷവും പുളി പോവും. അത് കഴിഞ്ഞിട്ട് കാണുന്ന സീൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അബി പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴും അഞ്ജലി ഒന്നും അല്ല അർജുന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ, നല്ല പെണ്ണുമ്പിള എന്ന് പറയുന്നതൊക്കെ പറഞ്ഞിരുന്നല്ല. അപ്പൊ ചെറിയൊരു സംശയം ശരിക്കും പറഞ്ഞാൽ അനുപമയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അമ്പാടിനെ കഴിഞ്ഞ എപ്പിസോഡിൽ വിളിക്കുന്ന നമ്മൾ കണ്ടാണ്. അപ്പോൾ അമ്പാടി അവിടെ സ്കൂട്ടറിലെത്തും. പക്ഷെ എത്തുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ അഞ്ജലിയുടെ സ്കൂട്ടറിലാണ് എത്തുന്നത്, അല്ലെ, അഞ്ജലിയുടെ സ്കൂട്ടറിലാണ് എത്തുന്നത്. അപ്പോൾ അമ്പാടി വരും. അപ്പോഴൊന്നും ഈ സ്കൂട്ടറിന്റെ കാര്യം ഈ അനുപമ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പം സ്കൂട്ടറിന്റെ കാര്യം അപ്പൊ അനുപമ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അനുപമ അമ്പാടിയോട് ചോദിക്കും, അമ്പാടിക്ക് അർജുന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ, താനാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ പിന്നെ പതുക്കെ അമ്പാടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ കത്തി തുടങ്ങി, എന്തിലേക്കാണ് പോകുന്നതെന്ന് കേട്ടോ. അപ്പോഴേ തന്നെ ഉരുണ്ട് കളിക്കാനായിട്ട് അമ്പാടി തുടങ്ങി. അപ്പൊ ഈ അർജുന് ഒരു പെണ്ണുമ്പിള എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ പെണ്ണിന്റെ പേരെന്താണ് അമ്പാടിന്ന് അനുപമ ചോദിക്കും. അപ്പൊ അത് ഏത് പെണ്ണുമ്പിള,
പെണ്ണുപിള്ള എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, അതൊരു പെണ്ണാണ്, അങ്ങനെ പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞിട്ട് അമ്പാടി ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പൊ അനുഭവിക കാര്യം മനസ്സിലായി, അമ്പാടി പിടി തരാനുള്ള ഇതിലാണ്. അപ്പൊ ആ സമയത്തിന് കറക്റ്റ് ഒരു ഫോൺ കോൾ വരും കേട്ടോ. അപ്പൊ കറക്റ്റ് ഒരു ഫോൺ കോൾ വരും. അപ്പൊ തന്നെ അമ്പാടി അതേ കയറി പിടിച്ച് നൈസായിട്ട് വേഗം ഊരിപ്പോകാനുള്ള ഒരു വഴി കണ്ടെത്തും. അതായത് ഓപ്പറേഷൻ അല്ലല്ലോ, ഞാനിപ്പോ 2 കുപ്പി ബ്ലഡ് വേണമല്ലോ ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പാടി വേഗം സ്കൂട്ടറിൽ ചാടി കയറും. സ്കൂട്ടർ കഷ്ടകാലത്തിന് സ്റ്റാർട്ട് ആവില്ല കേട്ടോ. കുറെ അമ്പാടി നോക്കും, സ്കൂട്ടറാണ് സ്റ്റാർട്ട് ആവുന്നേ ഇല്ല. അപ്പോൾ ഈ സമയത്ത് ഈ സ്കൂട്ടർ ഇങ്ങനെ കിക്കറൊക്കെ അടിച്ച് നോക്കുന്ന സമയത്ത് അനുപമ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതാ സ്കൂട്ടർ അഞ്ജലിയുടെ ആണ്. അപ്പത്തേന് ശരിക്കും അനുപമ ഷോക്കഡായി പോകും കേട്ടോ. ഈ സ്കൂട്ടർ എങ്ങനെ അമ്പാടിയുടെ കയ്യിലെത്തിയെന്ന് അനുപമ ചിന്തിച്ചു പോകും കേട്ടോ. അപ്പൊ അനുപമ ഇത് അഞ്ജലിയുടെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നതിന് എങ്ങനെയൊക്കെയോ സ്കൂട്ടർ സ്റ്റാർട്ട് ആക്കിയിട്ട് അമ്പാടി വിട്ടുപോകും കേട്ടോ. അപ്പൊ അനുപമ ആലോചിക്കും, ഇവൻ എൻ്റെ പിടി തരാതെ ഇവൻ രക്ഷപ്പെട്ടു പോയി, എന്താണെങ്കിലും കണ്ടെത്തിയേ പറ്റുള്ളൂ, എന്തേലും ഒരു അടുത്ത വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ചിന്തിച്ച് അനുപമ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അനുപമ ഇങ്ങനെ ആലോചിച്ച് ആര് വിളിച്ചാലായിരിക്കും കാര്യങ്ങൾ അറിയാൻ പറ്റുക. അപ്പോൾ ഒരു പോംവഴി മനസ്സിൽ കണ്ടു. അനുപമയ്ക്ക് ചേരുന്നൊരു കൂട്ടം അവിടെയും ഉണ്ടല്ലോ, അതാരാണ് അമ്മായി. വേഗം വിളിക്കാം, അമ്മായിനെ വിളിക്കാം, അമ്മായി എനിക്കൊന്ന് അമ്മായിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന അനുപമയെ കാണാം. അപ്പൊ അതിനടുത്ത് അമ്മയെ കാണാമെന്ന് പറഞ്ഞു എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ആ സീൻ അവിടെ നടക്കണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് ഏറ്റവും അവസാന സീനുകൾ എന്ന് പറയുന്നത് കുറച്ച് വിഷമം ഉണ്ടാകുന്ന ഒരു സീനുകൾ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം അവസാനത്തെ സീൻ എന്ന് പറയുന്നത് അഞ്ജലി കോടതിയിലേക്ക് പോകാനായിട്ട് റെഡി ആവണം. അപ്പൊ അച്ഛനാണ് ശിവരാമകൃഷ്ണനാണെങ്കിൽ ശിവരാമനാണെങ്കിലും അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു, അമ്മയുടെ ഉണ്ട്. അപ്പൊ അച്ഛനെ ഫുഡ് കഴിക്കുന്ന പറഞ്ഞുകൊണ്ട് അഞ്ജലി പറയുന്ന സമയത്ത് നമ്മുടെ ശിവരാമൻ പറയും, മോളെ എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയിട്ട് 2 മിനിറ്റ് നീ ഇവിടെ ഇരിക്കുക, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട് മോളെ എന്ന് പറയും കേട്ടോ. അപ്പൊ എന്താ അച്ഛനൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അച്ഛനെ മരുന്നൊക്കെ അതിനിടയിൽ അഞ്ജലി എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം അച്ഛനോട് ചോദിക്കും അഞ്ജലി, എന്താ അച്ഛാ പറഞ്ഞു, എന്താ സംഭവം എന്ന് ചോദിക്കും. മോളെ എനിക്കിങ്ങനെ അറിയാലോ, ആക്സിഡന്റ് ആയി പിന്നെ മൊത്തത്തിൽ സുഖമില്ലായ്മയൊക്കെ ഉണ്ട്, ആകെ മനസ്സിനൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ. എനിക്കിനി ഒരേ ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് സാധിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ, അത് മോളുടെ കല്യാണമാണ് മോളെ, എനിക്ക് നിന്റെ കല്യാണം കാണണം എന്ന് പറയും. അപ്പൊ അത് കേൾക്കുന്നതിന് പെട്ടെന്ന് അഞ്ജലി ഒന്ന് ഷോക്കഡായി പോകും കേട്ടോ. അപ്പൊ അച്ഛൻ അങ്ങനെ ഒരു കാര്യമാണ് പറയാൻ വരുന്നത് എന്നുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ അഞ്ജലി ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം അഞ്ജലി ഇങ്ങനെ ഇരിക്കുമ്പോ അച്ഛൻ പറയും, എനിക്ക് നിന്റെ കല്യാണം കാണണം. അനുപമ അങ്ങനെ ആയിപ്പോയി, അവളുടെ കാര്യം നോക്കിപ്പോയി, നമ്മളിവിടെ ഒരു മനുഷ്യരുണ്ടെന്ന് അവൾ അങ്ങനെ ചിന്തിക്കണ പോലുമില്ല മോളെ. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല, എനിക്ക് നീ കല്യാണം കഴിച്ച് കാണും, നിനക്ക് നിന്റെ കുട്ടികളെ കാണണം, അങ്ങനെയൊക്കെ വലിയ ആഗ്രഹങ്ങളുണ്ട് മോളെ, അച്ഛനത് സാധിച്ചു തരില്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ അമ്മയെ അടുത്തുണ്ട് കേട്ടോ. അപ്പൊ അമ്മ പറയും, ഇന്നലെ മുതൽ ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ മോളെ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോ അച്ഛനാണെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവ് പോലെ സംസാരിക്കുന്നത്, ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ആയി മൊത്തത്തിൽ സുഖമില്ലായ്മ, പുള്ളി എന്തോ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് കുറവുണ്ട് കേട്ടോ പുള്ളിക്ക്. അപ്പത്തേനും അഞ്ജലി കോടതി പോകാൻ സമയം ആകാറേ. അപ്പൊ അഞ്ജലി പറയും, അച്ഛൻ വിഷമിക്കാതിരിക്കുക, 2 കാര്യങ്ങൾ എനിക്ക് അച്ഛനോട് പറയാനുള്ളൂ. ഒന്ന് അച്ഛൻ്റെ ആരോഗ്യം, അച്ഛന് ഒരു കുഴപ്പമില്ല, നമ്മളെ ഇഞ്ചക്ഷനൊക്കെ എടുത്തതൊക്കെ റെഡിയാക്കി, ഒരു കുഴപ്പമില്ല അച്ഛന്ന് പറയും. അച്ഛൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും, പിന്നെ കല്യാണം അത് നടക്കേണ്ട സമയത്ത് നടക്കും അച്ഛാ. അഞ്ജലി അച്ഛനെ വാക്ക് ഉറപ്പായിട്ട് നടക്കേണ്ട സമയത്ത് നടക്കും, എൻ്റെ അച്ഛന് പേരക്കുട്ടികളെ കാണാനൊക്കെ പറ്റും, അഞ്ജലി അല്ലേ പറയുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ശിവരാമന് വളരെ സന്തോഷമാകും കേട്ടോ. അപ്പൊ ഞാൻ കോടതിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി പോവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് സീനിൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സെയിം കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അഞ്ജലിയുടെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെയും അമ്മയുടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അബദ്ധത്തില് അമ്മയുടെ വായിന്ന് ഒരു വാക്ക് വീണ് പോയി, നിങ്ങളാ ഇത് വന്നേ പിന്നെ മരുന്ന് കഴിച്ച പിന്നെ ആയിരിക്കും നിങ്ങൾ കിറുക്ക് പോലെ സംസാരിക്കണേ, ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങ് പറയാ. അപ്പൊ അത് കേൾക്കുമ്പോൾ പുള്ളിക്ക് ഫീൽ ആയിട്ടുണ്ടാകും. പിന്നെ പല കാര്യങ്ങൾ ഓർത്ത് പുള്ളി ചിന്തിക്കുന്ന പല കാര്യങ്ങൾ. അപ്പൊ പുള്ളി ഇങ്ങനെ പറയും, ഞാനിങ്ങനെ ആക്സിഡന്റ് ആയത് നിങ്ങൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടായി പോയല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അഞ്ജലിക്കും നിനക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ കാരണം. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ആ ആക്സിഡന്റ് നടന്ന ആ സമയത്ത് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമാവും കേട്ടോ. നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ നോക്കി, ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറയും കേട്ടോ. കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ വളരെയധികം വിഷമം പുള്ളിക്കാരിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് അകത്തേക്ക് പോകും, അവിടെ ചെന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. പുള്ളി ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്.
അപ്പൊ ഇങ്ങനെ ഒരു സീനോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം എന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പൊ ടേക്ക് കെയർ, ബൈ ബൈ.